അല്ല ഇത് കൊടുക്കുന്നത് നമ്മുടെ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ പറയാം, ഇതിൻ്റെ എല്ലാം കണക്ക് കൊടുക്കുന്നത് ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം മുഴുവൻ ഇത് ആപ്പുകളാണ് പഴയതുപോലെ എഴുതി പിടിച്ചെന്ന് ഇതിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷെ അതുപോലും ചെയ്യാൻ പലപ്പോഴും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല. ഇതിൻ്റെ മാത്രമല്ല, എല്ലാ കേന്ദ്ര പദ്ധതികളുടെയും അതേസമയത്ത് തമിഴ്നാടും കർണാടകവും രണ്ടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല, അവരെ കണ്ടുപിടിക്കണം. നിമിഷം കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ അവർ അപ്ലോഡ് ചെയ്യും. കേരളത്തിൽ ഏത് പാർട്ടി ഭരിച്ചാലും അതൊരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചിട്ടയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് കൊടുക്കുകയല്ല, ഇത് താമസിച്ചുകൊണ്ടിരിക്കും. ഇല്ല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടല്ലോ. ഒരാൾ മാറിയെന്നോർത്തുകൊണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് കൊടുക്കുള്ളൂ. ഗവൺമെൻറ് സംവിധാനം അങ്ങനെ പ്രവർത്തിക്കുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞ ഒരു പോസ്റ്റിൽ ഒരാൾ റിട്ടയർ ചെയ്തെന്ന് ഓർത്തോ, അപ്പോൾ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെൻറ് ഓഫ് കേരളയുടെയും നിയമം അനുസരിച്ചത് വേറൊരാളെ ഡെപ്യൂട്ടി ചെയ്യുക, ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വരും. അല്ലാതെ ഈ പലപ്പോഴും ആൾക്കാർ പറയുന്ന ഒരാൾ പോയി എന്നുള്ളതുകൊണ്ട് സിസ്റ്റം പ്രവർത്തിക്കാതിരിക്കില്ല. അതൊരു നിയമമാണ്. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനെ CAG പിടിക്കും. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഇതിൽ വരുന്നതല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇത് മന്ത്രി എങ്ങനെ നേരിട്ട് ചെയ്യും? ഉദ്യോഗസ്ഥൻ ചെയ്യണം, ഉദ്യോഗസ്ഥർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ മന്ത്രിസഭയോ മന്ത്രിമാരെയോ പറയാത്തത്. പരമ്പരാഗതമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശീലമാണെന്നാണ് പറഞ്ഞത്. അത് തമിഴ്നാടും കർണാടകവും അതേ സമയത്ത് അവർ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സെൻട്രൽ ഫണ്ട് ഇതൊരു മത്സരമാണ് ഇതിൻ്റെ അകത്ത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതിനുള്ള ഓൾട്ടർനേറ്റീവ് ചെയ്തിട്ടുണ്ടാവുന്നേ. അത് ഒരാളുടെ എന്നുള്ളതല്ല, ഒരു വ്യക്തി എന്നുള്ളതല്ല. അപ്പോൾ അല്ലാതെ നമ്മുടെ സംവിധാനം വർക്ക് ചെയ്യല. അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതായത് ഓരോ ഉദ്യോഗസ്ഥനില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. അല്ലാതെ നമ്മുടെ ഇത് പറ്റില്ല. അതൊരു സിസ്റ്റമാണ് സർക്കാരിൻ്റെ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് 14ാം ധനകാര്യ കമ്മീഷൻ്റെ ഒരു സജഷനായിരുന്നു ഈ നമ്മുടെ കിട്ടുന്ന ടാക്സ് അത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുക. അതിനിപ്പോൾ അടുത്ത ധനകാര്യ കമ്മീഷൻ വരുമ്പോഴേ അതിന് മാറ്റം ഉണ്ടാകുമായിരിക്കും. അങ്ങനെ കൂടുതൽ ഈ പങ്കാളിത്തം സംസ്ഥാനങ്ങളുടെ ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ തിയറി. അപ്പോൾ അതുപോലെ ഫണ്ട് കൂടുതൽ കൊടുക്കുക, അതുപോലെ തന്നെ ഈ പ്രവർത്തനത്തിനുള്ള കൂടുതൽ അവസരങ്ങൾ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ സ്പോൺസേഡ് സ്കീമും സെൻട്രലി സ്പോൺസേഡ് സ്കീമും സെൻട്രൽ സെക്ടർ സ്കീമുമാണ്. പലപ്പോഴും സെൻട്രൽ സെക്ടർ സ്കീമിൽ വരുന്നത് അത് കംപ്ലീറ്റ് കേന്ദ്രത്തിൻ്റെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പോൾ അതിന് പലപ്പോഴും പരാതി വരും. സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങളോ അത് സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ധനകാര്യ കമ്മീഷൻ ഈ നിർദ്ദേശം വെക്കുന്നത്. നിങ്ങൾ ഈ സമ്പത്തിൻ്റെ വിഹിതം സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇതുപോലെ അവർക്കുള്ള പങ്കാളിത്തവും കൂട്ടുക. അല്ല, അത് ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിലാണത് കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള രീതിയാണ് പറഞ്ഞത്. ഇപ്പോൾ അത് നമ്മുടെ അല്ല, ഗവൺമെൻറ്റിൻ്റെ അല്ല, ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഏത്? അതാ ഞാൻ പറഞ്ഞ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? അത് തന്നെ, അത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പറ, ഞാൻ ചെയ്തു തരാം. എന്നെ കാണിച്ചാൽ മതി. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും യൂട്ടിലൈസേഷൻ കൊടുത്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ അത് ഫണ്ട് പോകാൻ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സമ്മർദ്ദമാണ്, മന്ത്രിമാരുടെ കീഴിലും. എന്തുകൊണ്ട് ഇവിടുത്തെ ഫണ്ട് താഴോട്ട് പോകുന്നില്ല എന്നുള്ളത് ഞങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾക്ക് പിന്നെ ഇത് കിട്ടിയില്ല എന്ന് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാലും നമ്മൾ ഇടപെടാം. ഞാൻ കേരളത്തിൽ നിന്നുള്ള ആളല്ലേ, ഇതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഈ കേരളത്തിലെ മന്ത്രിമാർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അത് സമൂഹമാണ് ഇനി അതിൻ്റെ പേരിൽ മാധ്യമങ്ങളും സമൂഹമാണ് അതിനു വേണ്ടി ഇടപെടേണ്ടത്. എല്ലാ രംഗത്തും അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട്. അത് ഈ സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയം, കേന്ദ്രം, സംസ്ഥാനം, അതല്ലാതെ അതിനിടയിൽ ചില സാധനങ്ങളുണ്ട്. അത് സമൂഹം ഇടപെടേണ്ടി വരും, മാധ്യമങ്ങൾ ഇടപെടേണ്ടി വരും. അങ്ങനെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സംവിധാനം വരുന്നത്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത്
അതിൻ്റേതായിട്ടുള്ള പരിധിയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം. അതായത് വ്യക്തികളെ ആക്ഷേപിക്കാതെ, ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞല്ല ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു രീതിയെ മാറ്റുക ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ മന്ത്രിമാർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ മാധ്യമങ്ങളൊന്ന് പഠിച്ചാൽ മതി, തമിഴ്നാടും കേരളവുമായിട്ടുള്ള. അതുകൊണ്ട് ഈ ഫണ്ട് ഇത് നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു വകുപ്പിലെ ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ ഒരു സംസ്ഥാനം അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അതിൻ്റെ പരിഗണന കിട്ടും. അതാണ് ഈ മത്സരം, സംസ്ഥാനങ്ങളുടെ മത്സരം എന്ന് പറയുന്നത് അതാണ്. അത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പറയുന്നത്. കാരണം ഒരു സർക്കാരല്ല, ഇതിങ്ങനെ വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ തൊട്ടുള്ളവരോടും സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു സംവിധാനം വേണം, ഒരു കൂട്ടായിട്ടുള്ള പ്രയത്നം വേണം. അതായത് ഞാനിവിടെ വന്നിരുന്നിട്ട് കേരളത്തിലെ മന്ത്രിയെ കുറ്റം പറയുക, കേന്ദ്രത്തിലെ മന്ത്രി എന്നെ കുറ്റം പറയുക, ഇതിനിടയിൽ ഒന്നും നടക്കാതിരിക്കുക, അതൊരു ശരിയല്ലല്ലോ. അപ്പോൾ അതിനുള്ള ഒരു ചർച്ചയും, അതുപോലെ തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മാനസികാവസ്ഥ മാറുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതും തിരിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു, ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത് ചർച്ച ചെയ്യണം.